കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇനി പ്രേതാട് ഉണ്ടായിട്ടുണ്ടാവുക, അല്ല എനക്ക് തോന്നിയതായിരിക്കുക. ടി വി തനി എങ്ങനെ ഓണായത് എങ്ങനെ പിടുത്തം കിട്ടുന്നില്ല. അല്ല ഇനി വയറ് ലൂസ് കണക്ഷനായിട്ടും മുതലാളിനെ വിളിച്ചു പറയാം. ഫോണെവിടെ പോയത്? ആവശ്യം കേബിൾ ഓഫീസിച്ചു മറന്നു. ഇതെന്താണ് ഷാഹിന, ഞാൻ ഇത്രയും ടെൻഷന്റെ ഇടയിൽ മുള്ളയിൽ നിൽക്കുമ്പോഴാണ് നീ ടിവിയും കണ്ട് ഇവിടെ സമാധാനമായിട്ടിരിക്കണ. ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അമ്പലിക്കല്ലേ? അമ്പിളിക്ക് എണീക്ക്, നമുക്ക് ഇവിടുന്ന് പോകാം. എവിടെ പോവാ? ഞാൻ വെറുതെ ആരും വീട്ടിൽ പറഞ്ഞായിരുന്നോ? എന്ത്? ഞാൻ വെറുതെ ആരും വീട്ടിൽ പറഞ്ഞായിരുന്നോ? ആ വീട്ടിൽ പറഞ്ഞ അവിടെ പന്തലൊക്കെ ഇട്ടിട്ട് എല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ്. അമ്മ നിലവിളക്കും കൊണ്ട് നിൽക്കുകയാണ്. എന്നെ സ്വീകരിക്കാനോ? നിന്നെ സ്വീകരിക്കാനല്ല, എന്റെ തല അടിച്ചു പൊളിച്ചിട്ട് 16 ഇന്ധനം നടത്താൻ. വേഗം ഇറങ്ങി. എവിടെ പോവാ? എങ്ങാണെങ്കിലും പോയി, ഇവിടെ ഒരേ വകന്തകൾ കയറി വരണാണ്ടില്ലേ നീ? എന്നാ ഞാൻ പോയി ബാഗ് എടുത്തു വരാം. ബാഗ് എടുത്തു പോയി, ഇവിടെ സേഫ് അല്ല. വേഗം ആകട്ടെ. ഇങ്ങോട്ട് വായിങ്ങോട്ട്. എന്താ ചോദിച്ചേട്ടാ? ഞാൻ നമ്മുടെ കുടിശ്ശികയുടെ കണക്കൊന്ന് തീർക്കാൻ വന്നു. ആ കുടിശ്ശിക തീർക്കാം നമുക്ക്. കുടിശ്ശിക അല്ല, അതിപ്പോ എത്ര ഉണ്ട്? അതിപ്പോ ചോദിച്ചേട്ടന്റെ ഒരു 6 മാസത്തെ ഉണ്ട്. അപ്പൊ 230 രൂപ വെച്ച് 1350 രൂപ വരും. അപ്പൊ അത് തന്നിട്ട് പോയിക്കോന്ന പൈസ ഉണ്ട് കൊണ്ടുവന്ന. പക്ഷെ എനിക്ക് നിന്നെ വിശ്വാസമില്ല. എന്ത്? നീ ആ രജിസ്റ്റർ എടുത്ത് അതിന്റെ കണക്കൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് അതിൽ എഴുതി ആ റെസിപ്റ്റും തന്നു കഴിഞ്ഞാൽ ഞാനവിടെ പൊക്കോളാം. ഇല്ലാന്നേ, റെസീറ്റ് ബുക്ക് മനോഹരൻ പിരിവിന് കൊണ്ടുപോയൊക്കെയാണ്. അപ്പൊ അത് അതിന്റെ അകത്തില്ല. അപ്പൊ ഞാൻ നോക്കിയിട്ട് അത് കറക്റ്റ് ആയിട്ട് റെസീറ്റ് കൊടുത്തു വിട്ടാ പോരെ? ജോയിച്ചേട്ടൻ തന്നേരി, പൈസ തന്നേരി. എനിക്ക് നിന്നെ വിശ്വാസം ഇല്ലാന്ന്. അതെന്ത് വർത്താനോ ജോയിച്ചേട്ടൻ ഈ പറഞ്ഞു? 5-6 മാസമായിട്ട് ഞാൻ സർവീസ് തന്നെയല്ലേ. അപ്പൊ എനിക്ക് വിശ്വാസം ഉണ്ടായല്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിന്റെ കാര്യമാണ്. നീ ഇനിയും അതിന്റെ കുടിശ്ശികയും കൂട്ടി അടുത്ത മാസം വന്നു കഴിഞ്ഞാൽ പിന്നെയും കാശ് ഉള്ളു മേടിക്കും. ഇല്ലാന്ന് അങ്ങനെ ഒരു സംഭവം ഇല്ല. ജോയിച്ചേട്ടൻ ഉള്ളത് തന്നെ തന്ന് ഏൽപ്പിച്ചു നോക്കോ. ഇല്ലെങ്കിൽ ഇപ്പൊ തരണ്ട. സന്തോഷം തരണ്ട. എനിക്ക് അമ്പിളിതേ ഞാൻ റെസിപ്റ്റ് മേടിച്ചിട്ടാ പോണുള്ളൂ. റെസീറ്റ് അല്ലെന്ന് അങ്ങോട്ട് കേറാൻ പറ്റട്ടെ. അവിടെ ആകെ വയറിളകി കിടക്കുകയാണ്. ആർക്കും വയറിളകിയതല്ല, ആ കേബിളിന്റെ വയറൊക്കെ ഇളകിയിട്ടേ ആ സിഗ്നലും അതൊക്കെ മോശമായിട്ടിരിക്കണം. അതുകൊണ്ടാണ്. ജോയിച്ചേട്ടൻ പോയിട്ട് വന്നാൽ മതി, എപ്പോഴെങ്കിലും തന്നാ മതി. വെറുതെ എനിക്ക് എന്റെ അമ്പിളി ഇലക്ട്രിക്കിലെ പണിക്ക് പോണ എനിക്ക് അവിടെ വയറിളക്കി കൊടുത്തുനിന്ന് ഷോക്ക് അടിക്കുന്നു. നീ തമാശ കളിക്കില്ല. നീ പോയിട്ട് വാ, ഞാൻ എനിക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടെന്ന്. ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോ ഇത് അടച്ചിട്ട് പോവുകയാണ്. ജോയിച്ചേട്ടൻ ഇനി സമയമുള്ളപ്പോ എപ്പോഴും വന്നാൽ മതി. അല്ലെങ്കിൽ നീ ഇപ്പൊ അടച്ചിട്ട് എവിടെ പോണേ? എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. എവിടെയാ അത്യാവശ്യത്തിന് പോണേ? എന്റെ ചന്ദ്രനിലേക്കാട്ടാ. പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ എങ്ങനെ പറയും? എനിക്ക് ഹെഡ് ഓഫീസിൽ പോകണം. പറയാൻ പറ്റാത്ത എഴുതി കാണിച്ചാൽ നീ പറ. ഇയാള് താൻ എന്തിനു വന്നാണ്? ഞാൻ പൈസ അടിക്കാൻ. തന്റെ പൈസ എനിക്ക് വേണ്ട. തന്റെ പൈസ എനിക്ക് വേണ്ടാന്ന്. എന്ത്? താൻ തരുവോ കുടിശ്ശിക? വേണ്ടേ? അപ്പൊ തരണ്ടേ? കുടിശ്ശിക തരുവോ? താൻ കുടിശ്ശിക തീർക്കണ്ടേ? താടോ കുടിശ്ശിക. ഞാൻ എരിപിരി സഞ്ചാരം കൊണ്ട് നിൽക്കണം. എന്താ ചെയ്യണേന്ന് പറയാൻ പറ്റൂല കേട്ടാ. അമ്പിളി നിനക്കെന്താ പ്രാന്തായാ? എനിക്ക് പ്രാന്താവും. താ പോണ്ട ഇവിടുന്ന്. കുടിശ്ശിക തരാൻ വന്നേക്കണം. 5-6 മാസമുള്ള വീട്ടിൽ തെണ്ടി നടന്നിട്ട് നേരം ഉണ്ടായില്ല. ഇപ്പൊ തീർക്കണോന്ന്. എല്ലാ പണി മാത്രം അപ്പുണ്ണേ. ഇവിടെ ഉണ്ടാ മുതല്. എടാ എന്തൊരു നിലവിളിയാ അവറ്റകള്. എന്തെങ്കിലും ഒന്ന് തിന്നാൻ കൊടുത്തൂടെ അവറ്റകൾക്ക്? ഓ നിലവിളിയൊക്കെ എല്ലാരും കേൾക്കുന്നുണ്ട്, എല്ലാരും കാണുന്നുണ്ട്, കേൾക്കണുണ്ട്. പിന്നെ എന്തെങ്കിലും കൊടുക്കാൻ അപ്പുണ്ണി തന്നെ വേണം. അമ്മാവനോടെ 3-4 തവണ പാല് വെച്ച് ചായ കുടിക്കണില്ലേ? ഇതാരാ തരുന്നേ? ചേച്ചി. ചേച്ചിയാ? അല്ലേ? ചേച്ചി ചായ ഉണ്ടാക്കി തരണല്ലുള്ളൂ. ഇതിനുള്ള പാല് തരുന്ന നന്ദിനി രമണിയല്ലേ? അവർക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ട. അപ്പൊ അതല്ലടന്ന് എന്നോട് പറയണേ, എന്തെങ്കിലും അതിന് തിന്നാൻ കൊടുക്കാൻ. അപ്പൊ അത് ഞാൻ മാത്രല്ല, വീട്ടിലെല്ലാവർക്കും കൊടുക്ക. ഞാൻ മാത്രല്ലല്ലോ ചായ കുടിക്കണേ. എന്നൊരു കാര്യം ചെയ്യ്, നിന്റെ രമണിക്കും നന്ദിനിക്കും എന്റെ വക 10 പവന്റെ ഒരു മാല അങ്ങോട്ട് കൊടുക്കാം. അതെ, അവരെ ഞാൻ കെട്ടിക്കാൻ പോണില്ല. അപ്പൊ എന്നാ ഈ ജാതി പണിയൊന്നും എനിക്കറിയില്ല എന്റെ അപ്പുണ്ണേ. എന്നാലേ അമ്മ അവനെ അറിയണ പണിയെടുക്കാൻ നോക്ക്.
എനിക്കറിയണ മുദ്രാവാക്യം വിളിക്കല അതിപ്പോ പശുവിന്റെ അടുത്ത് കാണിച്ചിട്ട് എന്താ കാര്യം? ആദ്യമായിട്ട് അങ്ങനെ ചെല്ല്, നന്ദിനി രമണി കുത്തും. ആ ഞാൻ എത്ര കുത്തും കൂടി എനിക്ക് കിട്ടാളൂ. അതേ നീ എന്നെ ഭരിക്കാനൊന്നും വരണ്ട. ഞാൻ തെങ്ങുമെന്ന് വീണ് കിടക്കണ കണ്ട ആസ്വദിക്കാൻ വന്നല്ലടാ നീ. ആസ്വദിക്കേ, അമ്മാവന് അപകടം പറ്റിയെന്ന് പറഞ്ഞപ്പോ കാണാനും ഓടി വന്നല്ലേ ഞാൻ. ആ കിടക്കണ കിടപ്പ് അല്ലേ? അല്ല വരണ്ടേ, അമ്മാവനായി പോയില്ലേ? ആ എന്താ പിന്നെ അങ്ങനെ ഒരു വർത്താനം അമ്മാവനായി പോയില്ലേന്ന്? ആവോ അടുത്ത ആള് വിളിക്കണു അമ്പിളി. ഇനിയിപ്പൊ അവനും അറിയണായിരിക്കും ഞാൻ തെങ്ങുമെന്ന് വീണത്. ഹലോ. ആ അയ്യ ഞാൻ തെങ്ങുമെന്ന് വീണ് കിടക്കല്ലടാ. എവിടത്തോളം? ആ കേബിൾ ഓഫീസ് വരെ ഒന്നും ഇപ്പൊ വരാൻ പറ്റില്ല. എനിക്ക് ഊണ് കഴിക്കണ്ടേ? അതാണെന്ന് വെച്ചാ നീയൊക്കെ ഊണ് കഴിക്കാൻ വേണ്ടിട്ട് തന്നെ ഓരോ പരിപാടിയും ചെയ്ത് നടക്കണേ. എന്റെ അമ്പിളി നീ ഇനി മല ഇടിഞ്ഞ് വീണു എന്ന് പറഞ്ഞാലും ഊണ് കഴിക്കാണ്ട് വരാൻ പറ്റില്ല കേട്ടാ. നീ വെച്ചോ. കാളിട്ടാ നിക്കണേ. ചേച്ചിയെ ഊണെടുക്ക. എങ്ങോട്ടാ പോകുന്നേ? ഷാഹിന് ഇവിടെ സേഫ് അല്ല, ആൾക്കാർ വന്ന് പോണ കണ്ടില്ലേ? നീ ഇതിലോട്ട് കേറ്. ആദ്യം എവിടേക്കാ പോകുന്നേന്ന് പറ. എത്ര നേരം ഈ ഓട്ടോയിൽ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നേ? ഇവിടെ നിന്നെങ്ങാണെങ്കിലും പോകാം, നീ കേറ്. ആ എങ്ങോട്ടാണെന്നാ ഞാൻ ചോദിക്കുന്നേ. എങ്ങാടാണെന്നല്ല ഞാൻ ആലോചിക്കണത്, നീ ഒന്ന് കേറിയിരിക്കുന്നു. കേറ്. ആദ്യം ആലോചിച്ചിട്ട് തീരുമാനം പറ, എന്നിട്ട് ഞാൻ കേറാം. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. അതെ നീ കേറി, ഞാൻ വീട്ടിൽ കൊണ്ടുപോയാക്കാം. എന്റെ വീട്ടിലോ? നിന്റെ വീട്ടിലല്ല, എന്റെ വീട്ടില്. പാട്ടോ എല്ലാരും അറിയിക്കാൻ പോവാ? എല്ലാവരും അറിയിക്കാനല്ല, ആരും പോലും അറിയാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ ഒന്ന് കേറ്. ചെല്ല്, പറയണ അനുസരിക്ക്. കേറ്. അതെ ഞാൻ നേരത്തെ പങ്കിയമ്മാവനെ വിളിച്ചിട്ടുണ്ടായി. പങ്കിയമ്മാവനും വന്നാൽ നിന്നെ ഈ വണ്ടിയിലിരുത്തി ഒന്ന് കറക്കാന്ന് ഓർത്താണ്. വാപ്പ വഴിയിലുണ്ടെങ്കിലാ എനിക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പങ്കിയമ്മാവൻ ഇപ്പോൾ വരും, നിന്നെ സുരക്ഷിതമായിട്ട് ഈ വണ്ടിയിൽ വീട്ടിലെത്തിക്കും. നീ മിണ്ടാതെ ഇതിലിരുന്നാൽ മതി. അമ്മാവൻ്റെ വണ്ടിക്ക് ഞാൻ പുറകെ തന്നെ വന്നോളാം കേട്ടാ. വേണ്ട, വണ്ടി ഓടിച്ചാ മതി. ഞാൻ വണ്ടി ഓടിച്ചാൽ നിന്റെ വാപ്പാടെ ആളുകളും ഒക്കെ കണ്ടാൽ നമ്മളെ രണ്ടുപേരും കൈയോടെ പൊക്കും. പങ്കിയമ്മാവൻ വലിയ രാഷ്ട്രീയക്കാരനൊക്കെയാണ്, ആരും ഉപദ്രവിക്കൂല. നിന്നെ സുരക്ഷിതമായിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി എത്തിക്കും. അപ്പം തന്നെ ഞാൻ അവിടെ വന്നോളാം. പിന്നെ വരാതെ നിന്നെ ഞാൻ വഴിയിലിട്ടുണ്ട് പോകുമോ? നമുക്ക് ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഈ പാടുപെടണ. അല്ലാതെ നിന്നെ ടർപ്പായുടെ അടിയിൽ ആയുഷ്കാലം മുഴുവൻ ഇരുത്താൻ പോണില്ല. അന്ന് സന്തോഷമായിട്ട് കയറ്. അത് മൂലക്ക് ഇരുന്നോട്ടാ. കുഴപ്പമില്ലല്ലോ അല്ലേ? അങ്ങനെ കയറിയിരുന്നോ? അടക്കണേ. അതെ ഷാഹിന, ശ്വാസം മുട്ടയാണെങ്കിലേ ആ സൈഡിലൊരു തുള ഇട്ടിട്ടുണ്ട്, അതിൽ കൂടെ മൂക്കിട്ടിട്ട് അകത്തോട്ട് വലിച്ചാൽ മതി കേട്ടാ. ഓക്കെ അല്ലേ? അയ്യോ നിന്റെ വാപ്പ ഇങ്ങാട് വരണുണ്ട്. ഒച്ചെടുക്കല്ലേ, ഞാൻ പേടിക്കണ്ട കേട്ടാ. നിന്നെ പുള്ളി കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് പിന്നെയും കാണാം. കേറി നോക്കടാ, എന്നിട്ട് രണ്ടെണ്ണത്തിന് വലിച്ച് പുറത്തേക്കിട്. കഥക് തുറന്നു നടക്കുന്നുണ്ട്. അതല്ലേടാ കേറി നോക്കാൻ പറഞ്ഞേ. കഥക് തുറന്നു നടന്നത് ചിലപ്പോ ആളുണ്ടാവൂല, ആള് പുറത്തേക്ക് പോയിട്ടുണ്ടാവും. മജീദ് കഥക് തുറന്നു നടന്ന അകത്ത് ആളുണ്ടാവും. ആളുണ്ടാവൂല, കഥക് തുറന്നു നടക്കണ കണ്ടില്ലേ? അകത്ത് ആളുണ്ട്. ഇതുപോലെ ഒരു അനുഭവം എനിക്ക് നേരത്തെ ഉണ്ടായ. കഥക് തുറന്നു നടക്കണ കണ്ടിട്ട് ഞാൻ അകത്തോട്ട് കയറി, അകത്ത് ആരും ഉണ്ടായില്ല. നിനക്ക് പല അനുഭവം കാണും. എടാ കഥക് തുറന്ന അകത്ത് ആളുണ്ടാവും. അകത്ത് ആളില്ലെന്നേ. അകത്ത് ആളുണ്ടാവും. അകത്ത് ആളുണ്ടാവൂല. ബെറ്റുണ്ടോ? ബെറ്റ് 100 രൂപക്ക്. മജീദ് ഒരു 100 കൊടുത്തേ. ഒന്ന് നിർത്തണം. വന്നപ്പോ തൊട്ട് തുടങ്ങിയുള്ള രണ്ടും കൂടെ ഇത് എവിടുന്ന് കിട്ടിയട ഈ സാധനങ്ങളെ? നല്ല പിള്ളേരാണ് നീമാരെ. ഈ സ്റ്റാർട്ടിങ്ങിൽ ഒരു കൺഫ്യൂഷൻ, അത് മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ടിങ് എന്നെ കൊണ്ടത്തും പറയിക്കരുത് സുബൈറെ. ഇവിടെ കഥാപ്രസംഗം നടത്തിക്കൊണ്ടിരുന്നാലേ അവനെ അവളെ കൊണ്ട് പുറകുഴി അങ്ങ് രക്ഷപ്പെടും. ഇക്കാ
അകത്ത് ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ കൊണ്ടുവരും. എന്റെ പടച്ചോനെ, അവന് ശൗര്യം കണ്ടോ? അകത്തോടെ കയറി എടുത്തോണ്ട് പോടാ. അവന്റെ ശൗര്യം ഇത് കഴിയട്ടെ കേട്ടാ, നിനക്കാൻ തരുന്നുണ്ട് ശൗര്യത്തിന്. ഇറങ്ങി വേണോ? ഇവിടെ ആരുമില്ലേ? ഇങ്ങോട്ട് ഇറങ്ങി വേണം അങ്ങോട്ട്. താനെന്താ അതിനകത്ത് നോക്കുന്നു? എന്തിനാ അതൊക്കെ മറിച്ച് കളയണേ? എടാ, നമ്മളെന്തെങ്കിലും ചെയ്തെന്ന് തോന്നണ്ടേ? മജീദിക്കൊക്കെ ഒരു സന്തോഷം തോന്നണ. അത് ശരിയാ, വേഗം എല്ലാം ആരുമില്ലടാ. മജീദ്ക്ക, ഇവിടെ ആരുമില്ല. ആരുമില്ലേ? ഇല്ലെന്നേ. പിന്നെ കഥവും തുറന്നിട്ടിട്ട് അവരെവിടെ പോയി? അവർ ഈ പരിസരത്ത് എവിടെയെങ്കിലും തന്നെ കാണും. പോയി നോക്കടാ. എന്നാ നീ ഒരു കാര്യം, ഞാൻ അങ്ങോട്ട് നോക്കാം, നീ അപ്പുറത്തേക്ക് നോക്ക്. നീ ഇവിടെ നോക്ക്, ഞാൻ അവിടെ നോക്കിയോ. നീ ഇങ്ങോട്ട് നോക്ക്, ഞാൻ അപ്പുറത്ത് നോക്കാം. എടാ നീ ഇവിടെ നോക്ക്, ഞാൻ അവിടെ നോക്കിയോളാം. ഒരു കാര്യം ക്ലോസ് ചെയ്യാം. ഒരു തൊട്ട് തന്നെ പോയി നോക്കടാ അങ്ങോട്ട്. നിന്നെന്തിന് തിന്നാനാ കൊണ്ടുവന്ന? പോയി നോക്കടാ. നോക്ക്. എന്താടാ? ഇങ്ങോട്ട് പൊക്കോളാം. പൊക്കോളാം. ഇങ്ങോട്ട് പൊക്കോളാം. സുബേറെ, നിക്കാതെ പോയി നോക്കടാ ഒന്ന്. മജീദക്ക, ഒരു സംശയം. എന്തേ? ഈ അമ്പിളി എന്ന് പറഞ്ഞ ആൾ എങ്ങനെ ഇരിക്കും? ഞാൻ കണ്ടിട്ടില്ല. അത് വെടക്ക് ലുക്കുള്ള ആരെ കണ്ടാലും നീ അങ്ങ് പൊക്കിക്കോ. അതാണ് അമ്പിളി. ബെടക്ക് ലുക്ക്. അത് തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. പടച്ചോനെ, എല്ലാം എന്റെ നെഞ്ചത്താണല്ല. ആരാ? മജീദ് കട. ആ ഞങ്ങള് മജീദ്ക്കറാള്. ആ, ഈ അമ്പിളിയുടെ കേബിൾ ഓഫീസ് ഇതല്ലേ? ആ, തൊട്ടപ്പുറത്തെ. ആ, ഞാനേ പുള്ളീനെ ഒന്ന് കാണാൻ വന്നാണ്. ഇവിടെയൊന്നും കാണാനില്ല. ഞങ്ങള് അമ്പിളീനെ അന്വേഷിച്ചു കിടക്കുക. ആഹാ, എന്താ കാര്യം എന്താണ്? മജീദ്ക്കയുടെ മോളില്ലേ, ആ, അവളെ അമ്പിളി അടിച്ചുകൊണ്ട് പോയി. അയ്യോ, ഞങ്ങൾ അവനെ തപ്പി ഇറങ്ങിയതാ. അത് ശരി. ആ ഹാ ഹാ. അമ്പിളിയെ കണ്ടറിയോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഒരു വെടക്ക് ലുക്കുള്ള ആളാന്നാ മജീദ്ക്ക പറഞ്ഞേ. ബെടക്ക? ആ ആ, ബെടക്ക് ലുക്കായിരിക്കും പറയണ കേട്ടിട്ട്. ഒരു പണിയായി, നോക്കിക്കോന്നാ. വാ, നിങ്ങൾ തപ്പി ഇറങ്ങിയല്ലേ? ആ. വാ, നമുക്ക് ഒന്നിച്ച് തപ്പാം. ഇല്ല, ചേട്ടൻ അവിടെ നോക്ക്, ഞാൻ ഇവിടെ പതുങ്ങിയിരിക്കുക. വന്നാ ഞാൻ വിളിച്ചു പറയാം. എങ്ങനെ പറയും? സിഗ്നൽ തരാം. ഫിസിലടിക്കാൻ അറിയോ? ഇല്ല. ദേ ഇങ്ങനെ. ആ, കൊള്ളാം. ഒന്ന് അടിച്ചു നോക്കി. അങ്ങനെയല്ല, ആ, മറക്കരുത്. ഇല്ല, ഞാൻ അടിക്കണം. വിസിലടിച്ച് ഉടനെ ഓടി വന്നാം. അതേ ഓടി എത്തിക്കോളാം. ആ, ഒക്കോട്ടെ. ആ, എന്തൊരു സാധനം. കിട്ടിയോ? അവിടെ ആരും കണ്ടില്ല. അവിടെ ഒരു ഈച്ച പോലും ഇല്ല. ഇവരൊക്കെ പോയാൽ കുറെ കിട്ടും. ഹലോ. ആ, അതെ, പോയോ? കിട്ടിയ? ഇല്ല, അവരിവിടുന്ന് കടന്നു കളഞ്ഞു. ആണോ? അതേ, ഇനി ഇവിടെ കിടന്ന് അന്വേഷിക്കണ്ട. ആള് പുറത്തൊക്കെ കണ്ട അവനിങ്ങോട്ട് വരില്ല. നിങ്ങൾ പോയിക്കോ, വന്നാ ഞാൻ സിഗ്നൽ തരാം. സിഗ്നൽ എന്നാ പോരാ, കണ്ടെത്തിയാൽ വിസില് ഫിസിലടിച്ച് ഞാനല്ല പഠിപ്പിച്ചേ. എന്നെ തന്നെ ഏൽപ്പിക്കണം. വേറെ ആൾക്കാരുണ്ട്, അവരെ ഏൽപ്പിക്കരുത്. ഇല്ല, അതേ, ഞാനിവിടെ പാത്തിരിപ്പണ്ട ആരോടും പറയണ്ട. മജീദിക്കോടും ഒരാളോടും പറയണ്ട, അവനിങ്ങോട്ട് വരില്ല. കിട്ടിയാ ഞാൻ ചേട്ടനെ ഏൽപ്പിക്കാം. ഞാൻ പൊക്കോട്ടെ. പോയിക്കോ. ഏൽപ്പിക്കരുത് വേറെ. ഇല്ല ഇല്ല, വിളിച്ചോണ്ട് പോയിക്കോ എല്ലാത്തിനും കേട്ടാ. ഇത് മനോഹരന്റെ അച്ഛനാണല്ലോ. മജീദ്ക്ക, ഓ, കിട്ടിയോ? എന്ത്? എടാ പഴയ ഉണ്ണി, നീ അന്വേഷിച്ചു പോയവനെ കിട്ടിയോന്ന്? ഓ, അത് അവിടെ വെടുക്കലുക്കുള്ള ആരും ഇല്ലേക്കാ. എന്നാ ഇവന്റെ വണ്ടിയൊക്കെ തല്ലി പൊളിക്കാം. ചുമ്മാ എടാ, അവൻ ഈ ചെടിച്ചട്ടിക്കകത്ത് വല്ല CCTV ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിലേ നാളെ അത് നമുക്കെതിരെയുള്ള തെളിവാവും. പിന്നെ ഇതിനകത്തല്ലേ CCTV. ഇതിനകത്തെങ്കിൽ ഒരു കുന്തമില്ലാന്ന് അവന് നന്നായിട്ട് അറിയാം. അതല്ലേ ഇതും തുറന്നു വലത്തിട്ടു പോയിരിക്കണേ. ഇതിനുള്ള ബുദ്ധിയൊന്നും അവനില്ല കൊച്ചാ. അവന് ബുദ്ധിയുള്ളതുകൊണ്ടാണ് നമ്മളെ പെങ്കൊച്ചിനെ അടിച്ചോണ്ട് അവൻ പോയത്. അതാണ് ഇപ്പൊ നമുക്ക് പണിയായത്. ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യാനാ? വണ്ടി നേരെ ജംഗ്ഷനോട് എടുക്ക്. എന്നിട്ട് അവിടെ പോയി ഒരു കാലിച്ചായം കുടിച്ച് നമുക്ക് ആലോചിക്കാം. ഗോവിന്ദൻകുട്ടി, നിന്റെ സഞ്ജയനെ എന്റെ കൈ കൊണ്ട് നീ നടത്തിക്കരുത്.
എന്നാലും അവൻ എവിടെയും കൊണ്ട് എങ്ങോട്ട് പോയി? കൊച്ചാപ്പ കൊച്ചാപ്പ വിഷമിക്കാതെ, നമുക്ക് അവളെ തപ്പിയെടുക്കാം. എന്നാലും എൻ്റെ സുബേറെ വിഷമിക്കാതെ കൊച്ചാപ്പ, തപ്പാന്നേ. ആരാ? എന്താ? മജീദ്ക്ക എപ്പോ വന്നത്? ഇന്ന് കേബിൾ ഓഫീസ് അവധിയാണെന്ന് തോന്നുന്നു. ഞാൻ നാളെ വരാം. അവന്റെ വലങ്കി പിടിച്ചോടാ അവനെ. ഞാനല്ല എന്റെ മോനാണ്. ഞാൻ വിട്ടെ. മജിദ്ക്ക, ചുമ്മാ അതിങ്ങനെ കറങ്ങിയാണെന്നാ മതിയോ? ഇവനോട് എന്തെങ്കിലും ചോദിക്കണ്ടേ? എനിക്കാ തല കറങ്ങി നിൽക്കാൻ വയ്യ. ഒരു റൗണ്ട് കൂടെ നടന്നാൽ ഞാൻ എന്തായാലും ഇറങ്ങി വീഴും. ഇനി ഒന്നേ ഇപ്പോഴും എടുത്തയാടി ചോദിച്ചാൽ അവൻ സത്യങ്ങളൊന്നും പറയില്ല. അതുകൊണ്ടൊന്ന് പേടിപ്പിച്ചിട്ട് ചോദിച്ചാൽ അവൻ സത്യം പറയും. ഇപ്പൊ കണ്ടോ? സത്യം പറഞ്ഞു. എവിടെയാണ് അവനും അവളും? സത്യമായിട്ട് അറിയില്ല. സത്യമായിട്ട് അറിയില്ല. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ നിന്റെ നാക്കറത്തെ ഞാൻ കോഴിക്കിട്ട് കൊടുക്കും. എന്റെ വാപ്പാണ് സത്യം. അയ്യോ, എന്റെ നാക്കരിഞ്ഞ് കോയിക്കിട്ട് കൊടുത്താൽ എപ്പെങ്കിലും എങ്ങനെ ഞാൻ സത്യം പറയുന്നു? ഡാ ഈ നിൽക്കുന്നമാരെ കണ്ട, അവന്മാരുടെ കയ്യിരിക്കുന്ന സാധനങ്ങൾ കണ്ട? ഹോക്കിന്റെ കളിക്കാരനാ. അതുകൊണ്ട് ഒരൊറ്റ അടി അടിച്ച ആ ഒറ്റ അടിക്ക് നീ തീരും. അതുകൊണ്ട് മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. എവിടെയാണ് അവനും അവളും? എന്നൊരു കാര്യം ഞാൻ പറയാം. എന്റെ മോലാലി 1 മണിക്കൂർ മുമ്പ് ഇടി ഉണ്ടായി. ഷാഹിനെ പറഞ്ഞു ബാപ്പ പള്ളിയിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒളിച്ചോടി പോവാന്ന്. എന്നിട്ട് അപ്പൊ ഇവിടുന്ന് ഇറങ്ങി സന്തോഷത്തോടെ പോയി. പിന്നീട് സങ്കടത്തോടെ കരഞ്ഞ് കരയെ കണ്ണുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നത് ഓള് ബാപ്പേനപ്പുറം പോയി. ആരോടെ? ബാപ്പേനപ്പുറം. എന്റെ കൂടെ? എന്റെ കൂടെ ആരും വന്നിട്ടില്ല. സത്യമായിട്ട് വന്നിട്ടില്ല. സത്യം വേണം. ഇല്ലെന്നും വന്നിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, എന്റെ കൂടെ വന്നിട്ടില്ല. മജീദ്ക്ക, എന്റെ മുതലാളിന് കിട്ടാത്തതിന്റെ വിഷമത്തില് മജീദ്ക്കന്റെ മോള് ഏതൊക്കെ തീവണ്ടിക്ക് തലവെച്ചാണ്. ചതിച്ച. അയ്യോ സുബേറ, നോക്കിക്കാതെ മതി. വാ മജീദ്ക്ക, ഇനിയും തിരക്ക് പിടിച്ച് പോയിട്ട് കാര്യമൊന്നുമില്ല. വണ്ടി എപ്പോഴേ വന്ന് കയറി ഇറങ്ങി പോയി കാണും. എടാ മുതുപ്പാഴേ, ഈ സമയത്ത് പറയേണ്ട വാക്കാണടാ ഇത്. നിനക്കാൻ തരാം. സുബേറ വാടാ, ഇടിച്ചോണ്ടിരിക്കണം. എടാ മനോരോഗി. മനോരോഗിയല്ല, മനോഹരൻ. എന്നാ മനോഹര. സത്യം പറഞ്ഞാൽ നിങ്ങളെ തല്ലാനും അടിക്കാനും ഒക്കെ ഞങ്ങൾ ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നിന്റെ വിനയമായ പെരുമാറ്റം, വിനയമായ സംസാരം, ഇതെല്ലാം കേട്ടപ്പം തല്ലാതിരിക്കാൻ തോന്നുന്നില്ല. വരട്ടെ, ഇനിയും വരൂ ചെലപ്പം. എരി ഇടുന്നാല് തല്ലുകൊണ്ട് ഞാൻ ചാവും. ഗുഡ് ബൈ, സീ ടു ഡ്രീംസ്. ദൈവമേ, മനോഹരനും എന്നെ തനിച്ചാക്കി പോവുകയാണല്ലോ. ഇനി എനിക്ക് നീ മാത്രമേ ഉള്ളൂ.
ഷാഹിന, നിന്റെ വാപ്പാക്ക് എന്താ പ്രാന്താണാടി? എന്റെ കൊറേ പൊട്ടന്മാര് ഗുണ്ടകളെ കൊണ്ടുവന്ന് ഇതൊക്കെ തല്ലി പൊളിച്ചിട്ടേക്കാണ് ഓഫീസൊക്കെ. എന്റെ വാപ്പ പാവുക. ആ പാവമാണ് ഇതൊക്കെ, ഞാൻ മേടിച്ചോളാം അയാളോട് കേട്ടാ. വാപ്പടേന്ന് കിട്ടിയ തന്നെ മിണ്ടായിരിക്കും, അവക്ക് വലിയ പെരുന്നാൾ വന്ന പോലെ.